നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഏട്ടത്തി ഇതൊക്കെ എന്നോട് ഒരു മാസം മുമ്പാണ് പറഞ്ഞിരുന്നെങ്കിൽ ഏട്ടത്തി പറഞ്ഞ പോലെ തന്നെ എല്ലാം നടക്കുമായിരുന്നു. ഇപ്പോ കുറച്ചു ദിവസം കൊണ്ടാ ഞാൻ ശരിക്കും ജീവിക്കുന്നത്. അർച്ചനയുടെ സ്നേഹം എനിക്ക് ജീവൻ തന്നത് പറയാന് എനിക്കിഷ്ടം. ആ സ്നേഹത്തിന് പകരം നമ്മൾ എന്ത് ജീവനാംശം കൊടുത്താലും മതിയാവില്ല ഏട്ടത്തി. എനിക്കറിയാം എന്നെ നല്ലതെന്ന് ഓർത്ത എടുത്ത് പറഞ്ഞതാണെന്ന്. ഒരു സമയത്ത് ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചിരുന്നു. അത് എന്റെ മാത്രം തീരുമാനമായിരുന്നു. കാരണം ഞാൻ അർച്ചനയെ ഭാര്യയായിട്ട് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ മുതല് അർച്ചനയില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യാതായി. എനിക്ക് സങ്കടമുണ്ട് എന്റെ ജീവിതത്തിന്റെ 6 മാസം ഞാൻ നഷ്ടപ്പെടുത്തിയതോർത്ത്. മുന്നേ ഞാൻ അവൾക്ക് വേണ്ട പരിഗണന കൊടുക്കണമായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഒരിക്കലും അവള് എന്നിന്ന് പിരിയരുതെന്ന് എനിക്ക് തോന്നി. ഡിവോഴ്സ് പെറ്റീഷൻ ഞാൻ കീഴ്ക്കുകയും ചെയ്തു. എന്റെ ഇഷ്ടത്തിന് താനും കൂട്ടു നിൽക്കുന്നല്ലേ പറഞ്ഞത്. എന്നാൽ എന്റെ ഇഷ്ടം അവളില്ലാതെ ഇനിയൊരു ജീവിതം എനിക്കില്ല എടുത്തി. പിന്നെ ഇടത്തോടെ എനിക്ക് നന്ദിയുണ്ട്. ആഗ്രഹിച്ചും പരിശ്രമിച്ചും അർച്ചന എനിക്ക് തന്നതിന്. എല്ലാവരും പറഞ്ഞിട്ടും മറ്റൊന്നും ആലോചിക്കാതെ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നതിന്. അർച്ചന സച്ചിക്ക് എത്ര പ്രിയപ്പെട്ടവളാണെന്ന് ഇന്നലെ രാത്രി മുതൽ അവൾ ഇവിടെ ഇല്ലായിരുന്നപ്പോഴാ എനിക്ക് മനസ്സിലായത്. കാണണമെന്ന ആഗ്രഹം കൊണ്ട് ഇപ്പൊ ഞാൻ അവളുടെ വീട്ടിൽ ചെന്ന് അവളെ കണ്ടിട്ടാ വരുന്നത്. പിണങ്ങിയും വഴക്കുകൂടിയും പദം പറഞ്ഞും ഞങ്ങള് വല്ലാതെ അടുത്തുപോയി. ഇനി ഈ ലോകത്തുള്ള ഒരു ശക്തിക്കും ഞങ്ങളെ വേർപെടുത്താനാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അർച്ചനയില്ലാതെ സച്ചിയില്ല, സച്ചിയില്ലാതെ അർച്ചനയുമല്ല. സച്ചേട്ടൻ വന്ന് എന്നെ വിളിച്ചുണർത്തിന്നോ? എപ്പോ?
സച്ചേട്ടൻ ഓഫീസിൽ പോകാൻ ഇറങ്ങിയോ? ഇല്ല, ഇറങ്ങുന്നേ ഉള്ളൂ. എന്താ അർച്ചന? ഒന്നുമില്ല. രാവിലെ ഒരാള് എന്റെ മുറിയുടെ വാതിൽക്കൽ വരെ വന്നിട്ട് എന്നെ വിളിക്കാതെ പോയിന്ന് അറിഞ്ഞു. അതിന്റെ കാരണം അറിയാനാ ഞാൻ വിളിച്ചത്. ഞാൻ രാവിലെ ജോഗിങ്ങിന് വന്നപ്പോ വെറുതെ ഒന്ന് കയറിയേ ഉള്ളൂ. പിന്നെ കയറിയതല്ലെന്ന് കരുതി തന്നെ ഒന്ന് കാണാന്ന് വെച്ചു. വന്നു നോക്കിയപ്പോ താൻ നല്ല ഉറക്കം. പിന്നെ ശല്യപ്പെടുത്തണ്ടെന്ന് തോന്നി തിരികെ വന്നു. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ? ആ അതെ, വേറെന്താ? അവിടെ നിന്ന് ജോഗിങ്ങിന് ഇവിടെ വരെ വന്നു എന്ന് പറഞ്ഞാ എനിക്കും എന്റെ വീട്ടുകാർക്കും വിശ്വസിക്കാനേ കുറച്ച് പാടാ. എങ്കിലും എന്നൊന്ന് വിളിക്കായിരുന്നു. എങ്കിലൊരു സത്യം പറയാം, ഞാൻ തന്നെ വിളിച്ചുണർത്താന്ന് കരുതി തന്നെ വന്നേ. താൻ ഉറങ്ങുന്ന കാണാൻ നല്ല രസമായിരുന്നു. ആ രസത്തെ ഞാനായിട്ട് നശിപ്പിക്കേണ്ടെന്ന് കരുതി. കുറെ നാളായിട്ട് ഒരു മുറിയിലല്ലേ നമ്മൾ താമസം. അപ്പൊ കണ്ടിട്ടില്ലേ സച്ചേട്ടൻ ഞാൻ ഉറങ്ങുന്നത്? എന്തോ ഞാൻ ശ്രദ്ധിച്ചില്ലായിരിക്കാം. എന്നെ കണ്ടു, പക്ഷേ എനിക്ക് കാണാൻ പറ്റിയില്ല. സത്യം പറഞ്ഞ സച്ചേട്ടനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും? ശരിക്കും. എന്റെ പാസ്ബുക്ക് എവിടെ? അവിടെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടെങ്കിൽ വന്ന് എടുത്തതാ. ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ നോക്കുക. ഞാൻ എല്ലാം കൂടെ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. ആ ഇങ്ങ് എടുത്തുണ്ടോ. ഒക്കെ അലങ്കോലാക്കി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.